ഒന്ന് രാജാക്കന്മാർ 20 അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിനെ സമീപിച്ചു പറഞ്ഞു, കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ മഹാസൈന്യത്തെ നീ കണ്ടില്ലേ? അതിൻ്റെ മേൽ നിനക്ക് ഞാൻ ഇന്ന് വിജയം നൽകും. ഞാനാണ് കർത്താവെന്ന് നീ അറിയും. ആഹാബ് ചോദിച്ചു, ആരാണ് പൊരുതുക? പ്രവാചകൻ പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്നു, ദേശാധിപതികളുടെ സേവകന്മാർ യുദ്ധം ചെയ്യട്ടെ. ആഹാബ് ചോദിച്ചു, ആരാണ് തുടങ്ങേണ്ടത്? നീ തന്നെ. പ്രവാചകൻ പ്രതിപദിച്ചു. രാജാവ് ദേശാധിപതികളുടെ സേവകന്മാരെ അണിനിരത്തി. അവർ 232 പേരുണ്ടായിരുന്നു. അവരുടെ പിന്നിൽ 7000-ഓളം വരുന്ന ഇസ്രായേൽ സൈന്യം നിരന്നു. അവർ ഉച്ചനേരത്ത് പുറപ്പെട്ടു. അപ്പോൾ ബെൻഹദാദും അവൻ്റെ പക്ഷം 32 നാടുവാഴികളും കൂടാരങ്ങളിൽ മദ്യപിച്ച് ഉന്മത്തരായിക്കൊണ്ടിരുന്നു. ദേശാധിപതികളുടെ സേവകന്മാർ ആദ്യം പുറപ്പെട്ടു. കാവൽ സംഘം മടങ്ങിച്ചെന്ന് സമരിയായിൽ നിന്ന് സൈന്യം വരുന്നുണ്ടെന്ന് ബെൻഹദാദിനെ അറിയിച്ചു. അവൻ കൽപ്പിച്ചു, അവർ വരുന്നത് സമാധാനത്തോടെയാണെങ്കിലും യുദ്ധത്തിനാണെങ്കിലും അവരെ ജീവനോടെ പിടിക്കുവിൻ. ദേശാധിപതികളുടെ സേവകന്മാരും അവരുടെ പിന്നിൽ സൈന്യവും നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു. ഓരോരുത്തരും തനിക്കെതിരെ വന്നവനെ വധിച്ചു. സിറിയാക്കാർ പലായനം ചെയ്തു. ഇസ്രായേൽ അവരെ പിന്തുടർന്നു. സിറിയ രാജാവ് ബെൻഹദാദ് കുതിരപ്പുറത്ത് കയറി ഏതാനും കുതിരപ്പടയാളികളോടൊപ്പം രക്ഷപ്പെട്ടു. ഇസ്രായേൽ രാജാവ് പടക്കളത്തിലെത്തി കുതിരകളും രഥങ്ങളും സ്വന്തമാക്കി. സിറിയാക്കാർ കൂട്ടക്കൊലയ്ക്കിരയായി. പ്രവാചകൻ വീണ്ടും പറഞ്ഞു, ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, ശക്തി സംഭരിക്കുവിൻ, കാര്യങ്ങൾ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്യുക. സിറിയ രാജാവ് അടുത്ത വസന്തകാലത്ത് ആക്രമിക്കും. സേവകന്മാർ സിറിയ രാജാവിന് ഉപദേശിച്ചു, ഇസ്രായേലിൻ്റെ സേവകന്മാർ ഗിരി ദേവന്മാരാണ്, അതുകൊണ്ടാണ് അവർ നമ്മെക്കാൾ പ്രബലരായത്. സമതലത്തിൽ വെച്ച് യുദ്ധം ചെയ്താൽ അവരെ നിശ്ചയമായും കീഴടക്കാം. ഒരു കാര്യം കൂടി ചെയ്യണം, നാടുവാഴികളെ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം സൈന്യാധിപന്മാരെ നിയമിക്കുക. നഷ്ടപ്പെട്ടത്ര വലിയ സൈന്യത്തെ അണിനിരത്തണം. കുതിരയ്ക്ക് പകരം കുതിര, കുതിരയ്ക്ക് കുതിര, രഥത്തിന് രഥം. നമുക്കവരെ സമതലത്തിൽ വെച്ച് നേരിടാം. നിശ്ചയമായും നമ്മൾ വിജയം വരിക്കും. ബെൻഹദാദ് അവരുടെ അഭിപ്രായം സ്വീകരിച്ചു. അങ്ങനെ ചെയ്തു.